മണിപ്പൂർ മുഖ്യന്റെ രാജി രാജ്യത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു ജനത ഒന്നാകെ തൂത്തെറിയപ്പെട്ടത് നോക്കി നിന്ന മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഒടുവിൽ പടിയിറങ്ങുമ്പോൾ മണിപ്പൂരിൽ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ കോണുകളിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ഞായറാഴ്ച ബിരേൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തുപോയത്. മെയ്തേയ് കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സിംഗിന്റെ രാജിക്കായി കഴിഞ്ഞ 21 മാസമായി കുക്കി സോ നേതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മെയ്തേയ് ഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിലും സിംഗിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇതും മുഖ്യമന്ത്രിയായി തുടരുന്നതിന് ബിരേൻ സിംഗിന് തിരിച്ചടിയായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയായിരുന്നു വംശീയ സംഘർഷം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും ബിരേൻ സിംഗിന്റെ രാജിക്കായി മുറവിളി കൂട്ടിയത്. NDAയുടെ ഒരു പ്രധാന പങ്കാളിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി സിംഗിന്റെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതും ബിരേൻ സിംഗിന്റെ മുഖ്യമന്ത്രി കസേരയുടെ ആയുസ്സിന് ഭീഷണിയായിരുന്നു. ഒടുവിൽ ഇംഫാൽ താഴ്വരയിലെ അസന്തുഷ്ടരായ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും കൂടി ചേർന്നതോടെ ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്ന് മനസ്സിലാക്കിയ ബിരേൻ സിംഗ് രാജിവെച്ചൊഴിയുകയായിരുന്നു. 2023 മെയ് 3 ആരംഭിച്ച വംശീയ സംഘർഷത്തിന് മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗിനെയാണ് കുക്കി സോ ഗ്രൂപ്പുകളും ആ സമുദായത്തിൽ നിന്നുള്ള 10 MLA-മാരും കുറ്റപ്പെടുത്തുന്നത്. ഈ MLA-മാരിൽ BJPയിലെ 7 പേരും ഉൾപ്പെടുന്നുണ്ട്. അതിൽ 2 പേർ മന്ത്രിസഭയിലുള്ളവരായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ സ്വന്തം അണികളിൽ നിന്ന് തന്നെ ബിരേൻ സിംഗിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ഇപ്പോഴിതാ തീവ്രമായി മാറിയതോടെയാണ് പടിയിറക്കം എന്ന് കാണേണ്ടി വരും. 2024 ഒക്ടോബറിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും BJP ദേശീയ ആസ്ഥാനത്തും മുഖ്യമന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂരിലെ BJP MLA-മാർ എത്തിയിരുന്നു. എന്നാൽ അന്നെല്ലാം BJP കേന്ദ്ര നേതൃത്വം ബിരേൻ സിംഗിനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് മണിപ്പൂർ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് വഴിത്തിരിവ് തന്നെ ഉണ്ടാകുന്നത്. നേതൃമാറ്റത്തിനുള്ള തങ്ങളുടെ അഭ്യർത്ഥനകൾ കേൾക്കാത്തതിൽ അതൃപ്തരായിരുന്ന വിമത MLA-മാർ ബജറ്റ് സെഷനിൽ കോൺഗ്രസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ബിരേൻ സിംഗിന് മുന്നിൽ വഴിയടഞ്ഞത്. പാർട്ടിയിലെ വിശ്വസ്തരും എതിരാളികളും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായിരുന്നു. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തലേ ദിവസമായ ഇന്നലെ രാവിലെ മുതൽ ഇരു ഗ്രൂപ്പുകളും വെവ്വേറെ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇതാണ് BJPക്ക് അപകടം മണത്തത്. മുഖ്യമന്ത്രിയുടെ വിമർശകരിൽ പ്രധാനിയായ സ്പീക്കർ തോക്ചോം സത്യബ്രത സിംഗ് കഴിഞ്ഞയാഴ്ച ന്യൂഡൽഹിയിലെത്തി BJP അധ്യക്ഷൻ നഡ്ഡയെ കണ്ടതോടെ തന്നെ കാര്യങ്ങൾ മാറിമറിയുമെന്ന സൂചന ശക്തമായിരുന്നു. സത്യബ്രത സിംഗ് അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് നഡ്ഡയോട് പറഞ്ഞതായാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവർ മാധ്യമങ്ങളെ അറിയിച്ചത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് തടയാൻ കഴിയില്ലെന്നും സത്യബ്രത പാർട്ടി അധ്യക്ഷന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റുന്നതിൽ സംസ്ഥാന സർക്കാർ തകരുമെന്ന മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഗ്രാമവികസന പഞ്ചായത്ത് കാര്യമന്ത്രി യുംനം കെച്ചന്തും ഡൽഹിയിലെത്തി BJP നേതൃത്വത്തിന് നൽകിയ മുന്നറിയിപ്പ്. സ്വന്തം പാളയത്തിൽ നിന്നു തന്നെ പ്രതിഷേധം ശക്തമായതോടെയാണ് രാജിവെച്ചൊഴിയാൻ ബിരേൻ സിംഗിന് മേൽ ഒടുവിൽ നേതൃത്വത്തിനും സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നത്. അങ്ങനെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തലേ ദിവസം ബിരേൻ സിംഗ് മണിപ്പൂരിന്റെ അധികാര കസേരയിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങുകയായിരുന്നു.